ഹായ് ഹലോ. അപ്പോൾ ഈ വൈകുന്നേരം നമ്മൾ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാക്കാം. അപ്പം ഇന്ന് നമ്മൾ രാത്രിക്ക് മക്രോണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് തിളപ്പിച്ച് ഊറ്റിയൊക്കെ വെച്ചതാണ്. ഇന്ന് അടുക്കളയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ബൈജേട്ടുണ്ട്, മോനുണ്ട്, വലിയ മോൻ, ചെറിയ മോൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മളിതാ വല്യുള്ളി, കാബേജ് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് ഒരല്പം 1-2 ചെറിയ വഴുതന അരിഞ്ഞത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2-3 ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. പച്ചമുളക് 2-3 പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഒന്ന് ചെറുതാക്കി നടുക്ക് പിളർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കരിവേപ്പിൻ്റെ നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ചില്ലി സോസ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് സോയാ സോസും കൂടെ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഞാൻ ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഏകദേശം ഇത് വാടിയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടെ വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ ഇത്തിരി കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിതിൽ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പ്രശ്നമില്ല. മുട്ട ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് പുഴുങ്ങി വെച്ച് ഗ്രില്ല് ചെയ്തോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി നമ്മൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ, അതായത് മക്രോണി എന്ന് പറയണേ, അതൊന്ന് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോങ്ങനെ വന്ന് ആയോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവന് പഠിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാൻ എന്നോട് വരാൻ വേണ്ടി പറയായിരുന്നു. ഞാൻ എപ്പോൾ വരാൻ പോയി പഠിച്ചുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്നിനി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി അറിയുന്നത്. സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാത്തവർ നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാസ്ത നമ്മൾ ആദ്യം തന്നെ ഒന്ന് പുഴുങ്ങി വേവിച്ചെടുത്തതാണ്. എന്നിട്ട് വെള്ളമൊക്കെ അതിന് ഒഴിവാക്കിട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ പോരായിട്ടുണ്ട്. അപ്പം ഞാനതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പണി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാസ്ത നമുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ മോട്ടറിനോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാസ്തയൊക്കെ.
അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം മോട്ട കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.